കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പുതിയ അഭിഷേകം ഈ ശുശ്രൂഷയിലേക്ക് ആത്മാവ് നമ്മെ എല്ലാവരെയും കൊണ്ടുവന്നിരിക്കുകയാണ്. 2023 അവസാന ദിനങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. 2024 ഈ പുതുവർഷം പുത്തൻ അഭിഷേകത്തിൻ്റെ വർഷമാകുവാനും പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നമ്മുടെ സഭയിലും ലോകം മുഴുവനിലും വെളിപ്പെടുവാനുമായി സ്വർഗം ഒരുക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദി പറയാം. കാലഘട്ടത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കി ഇന്നിൻ്റെ ആത്മശക്തിയിൽ വളരുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ധീരസാക്ഷികളായി നമ്മുടെ ദേശത്തെ, നമ്മുടെ സഭയെ, നമ്മളായിരിക്കുന്ന നമ്മുടെ സമൂഹത്തെ ഉണർത്തുവാനുള്ള ഉന്നതമായ ശക്തി നമ്മിലേക്ക് പകരുവാൻ കർത്താവ് നമ്മെ ഒരുക്കിയിരിക്കുന്നു. 51 സങ്കീർത്തനം 11 വചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് പറയുന്നു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. നമ്മൾ അനേക പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. ഹൃദയ തകർച്ചയോടെ ദൈവസന്നിധിയിൽ ദാവീദ് നിലവിളിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയരുതേ. എത്ര മനോഹരമായ പ്രാർത്ഥന! പരിശുദ്ധാത്മ നിറവിൻ ജീവിതത്തിൻ്റെ, പരിശുദ്ധാത്മ ശക്തിയുടെ, പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ രുചിയും മാധുര്യവും അനുഭവിച്ചവനായിരുന്നു സങ്കീർത്തകനായ ദാവീദ്. ഒരു വ്യക്തിയിൽ നിന്ന് ആത്മാവ് വിട്ടുപോയാൽ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന ദുരന്തവും കൊടിയ തകർച്ചയും താൻ നേരിട്ട് കണ്ടതാണ്. ദാവീദിന് ബോധ്യമുണ്ടായി, എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും പരിശുദ്ധാത്മ നഷ്ടപ്പെടരുത്, അവിടുത്തെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകരുത്, അവിടുത്തെ സാന്നിധ്യം മങ്ങിപ്പോകരുത്. ഈ ഒരു ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ദാവീദ് നിലവിളിക്കുകയാണ്, കർത്താവേ, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി ദാവീദ് ആത്മാവിന്റെ അഭിഷേകത്തെ കാണുകയാണ്. താൻ ഇസ്രായേൽ മുഴുവന്റെയും രാജാവായിരുന്നു. ദാവീദ് പ്രാർത്ഥിച്ചത്, എൻ്റെ രാജസ്ഥാനം എടുത്തു കളയരുതേ, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടരുതേ, എൻ്റെ സ്ഥാനമാനങ്ങള്, എൻ്റെ അധികാരം, എൻ്റെ പദവികൾ, എൻ്റെ സ്വാധീനങ്ങൾ, എൻ്റെ പണബലം, രാഷ്ട്രീയ ബലം കർത്താവ് എടുത്തു കളയരുതേ എന്നല്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ദാവീദിനെ അത്ര വേദനയില്ല. ദാവീദ് പറയാ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടരുതേ, അവിടുത്തെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകരുതേ. കർത്താവേ, നീ എന്നെ തള്ളിക്കളയരുതേ. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥനയോടെ ഈ 3 ദിനങ്ങളിൽ സ്വർഗമൊരുക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്താൽ നമ്മളെല്ലാം ഉജ്ജ്വലിക്കുവാൻ, ഇന്നിന്റെ കൃപാവരങ്ങളിൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 22 വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. Receive the Holy Spirit. Amen. Receive the Holy Spirit. Hallelujah.
നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുക, നിങ്ങൾ ആത്മാവിനെ ഏറ്റെടുക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാം, 2024 നമ്മൾ പ്രവേശിക്കാനായി ഒരുങ്ങുമ്പോൾ ഇതേ വചനം നമ്മെ നോക്കി കർത്താവ് ആവർത്തിക്കുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ആത്മാവിന്റെ അഭിഷേകം ഏറ്റെടുക്കുക. അഭിഷേകമില്ലാതെ എന്റെ സഹോദരങ്ങളെ, ഈ തലമുറയിൽ കർത്താവിനായി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത്രമാത്രം കറപ്റ്റഡായ, ദുഷിച്ച ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തുമാറുള്ള വാർത്തകളാണ് ഓരോ ദിനവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് പിശാച് നയിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. എല്ലായിടത്തും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും കലുഷിതമായ അവസ്ഥകളെല്ലാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഉത്തരം കിട്ടാതെ നിരവധി ചോദ്യങ്ങളുമായി നമ്മൾ ഇന്ന് അലയുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇതിനുള്ള ഏക ഉത്തരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ അഭിഷേകം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകത്താൽ നാം എല്ലാം നിറയപ്പെടുക എന്നുള്ളതാണ്. സ്പിരിറ്റ് പ്രവർത്തിക്കുമ്പോൾ, ആത്മാവ് വ്യാപരിക്കുമ്പോൾ സകല കെട്ടുകളും അഴിയും. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ദുഷിപ്പുകളും വക്രതകളും മലിനതകളെല്ലാം ശുദ്ധീകരിക്കപ്പെടും. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ആത്മാവ് നൽകുന്ന പുതിയ അഭിഷേകമാണ്. ന്യൂ അനോയിന്റിംഗ്, ഫ്രഷ് അനോയിന്റിംഗ്. കർത്താവിന്റെ വചനം മറന്നു പോകരുതേ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിനെ സ്വന്തമാക്കുക. നിങ്ങൾ ആത്മശക്തി ഏറ്റെടുക്കുക. കർത്താവിന്റെ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ സമൂഹത്തിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ആത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. പുതിയ അഭിഷേകത്തിൽ, പുതിയ കൃപയിൽ, പുതിയ സാന്നിധ്യത്തിൽ, പുതുബലത്തിൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ആത്മാവ് ഇറങ്ങുന്ന സമയം ഇത്. അനേകം കുടുംബങ്ങളിലേക്ക് ആത്മശക്തി വ്യാപരിക്കുന്നു. അനേകം ജീവിതങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങുന്നു. ഓ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഞങ്ങളെ തൊടുക, ഞങ്ങളെ സന്ദർശിക്കുക, ഞങ്ങളെ ജ്വലിപ്പിക്കുക. ആത്മാവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പുതിയ അഭിഷേകത്തിനായി, പുതിയ അഭിഷേകത്തിനായി, ആത്മാവ് നൽകുന്ന പുതിയ അഭിഷേകത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി കരമുയർത്തി നമ്മൾ ഉച്ചത്തിലൊരു മനസ്സോടെ വിളിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. സ്നേഹത്തോടെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച ആത്മാവേ, കാലഘട്ടത്തിന്റെ തിന്മകൾ അതിജീവിക്കുവാൻ, കാലഘട്ടത്തിന്റെ അന്ധകാര ശക്തികളെ ഭേദിക്കുവാൻ, പിശാചിനെ പിടിയിൽ അമർന്നിരിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം. ദേശങ്ങളെ ഉണർത്തുവാൻ, രാജ്യങ്ങളെ ശുദ്ധീകരിക്കുവാൻ, സഭയെ നവീകരിക്കുവാൻ പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം കർത്താവേ പകരുക. പുതിയ അഭിഷേകം ഞങ്ങളുടെ മേലിടുക കർത്താവേ. കരങ്ങൾ തുറന്നു പിടിച്ച്, തുറന്നു പിടിച്ച്. ആമേൻ. ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ
പുതിയ അഭിഷേകം പകരുവാൻ അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ റുഹായേ. കുടുംബങ്ങളിലേക്ക് വരിക, സഭ മുഴുവനിലേക്ക് വരിക, കൃപയായി വരണേ. എത്ര പേര് ആഗ്രഹിക്കുന്നു പുതിയ അഭിഷേകത്തിനായി, പുതിയ അഭിഷേകത്തിനായി. സിഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ വരിക, പകർന്നതുപോ ആത്മനദിയ ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. പുതിയ അഭിഷേകമായി, പുത്തൻ അഭിഷേകമായി പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, ദേശങ്ങൾ ഉണർത്തണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ഉണർവോട് സ്തുതിക്കുന്നു. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, പുതിയ അഭിഷേകം. ഈ കാലഘട്ടത്തിന്റെ ദുഷിപ്പുകളെ അതിജീവിക്കുവാനുള്ള പുതിയ അഭിഷേകം. ഈ തലമുറയിലെ എല്ലാ മലിനതകളെയും അതിജീവിക്കുവാൻ, ശുദ്ധീകരിക്കുവാനുള്ള പുതിയ അഭിഷേകം കർത്താവേ പകരുക. ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ റുഹായേ. കുടുംബങ്ങളിലേക്ക് വരിക, സഭയിലേക്ക് വരിക, അവിടുത്തെ പതിനായിരങ്ങളിലേക്ക് വരിക, അവിടുത്തെ പതിനായിരങ്ങളിലേക്ക് വരിക. Come Holy Spirit, come Holy Spirit, come Holy Spirit. പരിശുദ്ധമേ വിശ്വസേപ്പേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പുതിയ അഭിഷേകം ഈ കാലഘട്ടത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ, ഈ തലമുറയിൽ പിശാചൊരുക്കിയിരിക്കുന്ന സകല മലിനതകളെയും അതിജീവിച്ചുകൊണ്ട് കർത്താവിന് ധീരതയോടെ സാക്ഷ്യം നൽകുവാൻ, പിശാചിൻ്റെ ചതിയിലും വഞ്ചനയിലും പെട്ട് നിത്യനാശത്തിലേക്ക് പോകുന്ന അസംഖ്യം ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ, ദേശങ്ങളെയും രാജ്യങ്ങളെയും കർത്താവിനായി ഉണർത്തുവാൻ പുതിയ അഭിഷേകം നമുക്ക് കൂടിയേ തീരൂ. ന്യൂ അനോയിന്റിങ്, ഫ്രഷ് അനോയിന്റിങ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ആവശ്യമായ ഈ പുതിയ അഭിഷേകം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അതിന് യോഗ്യമായ പാത്രങ്ങളിലേക്ക് ഈ അഭിഷേകം പകർന്നു നൽകുവാൻ ഇന്നും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. റോമാ സഭയ്ക്ക് ഇത് ലേഖനം 13-ാം അധ്യായം 11-ാം തിരുവചനം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട
മണിക്കൂറാണല്ലോ ഇത്. എത്ര കൃത്യമായിട്ടാണ് പൗലോസ്ലീഹ സഭയെ അറിയിക്കുന്നത്. നമ്മളിതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത, കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. നമ്മളായിരിക്കുന്ന ഈ കാലം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമേറിയ നിർണായകമായ ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാ നാളുകളിലും അതിൻ്റെതായ തിന്മകളും ദുഷിപ്പുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ ഇന്നോളം ഇതുപോലെ ഉള്ള ദുഷിപ്പുകളും പാപമ്ലേച്ഛതകളും വിശ്വാസത്യാഗവും ദൈവനിഷേധവും ബന്ധങ്ങളുടെ തകർച്ചകളും എന്നു വേണ്ട എല്ലാവിധത്തിലുള്ള അരാജകത്വങ്ങളും അതിൻ്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പാപം മ്ലേച്ഛതകൾ അതുപോലെ വർദ്ധിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളിൽ പോലും നിഷ്കളങ്കത നഷ്ടപ്പെട്ട് അനേകം കുഞ്ഞുമക്കൾ പോലും തിന്മയ്ക്ക് അടിമപ്പെട്ട് കഴിയുന്നു. എത്രയോ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ അവർ ടീനേജിൽ തന്നെ, കൗമാര പ്രായത്തിൽ തന്നെ ഗർഭിണികളായി അബോർഷന് വിധേയരാകുന്നു. എത്രയെത്ര ഡോക്ടേഴ്സ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. എത്രയോ കുടുംബങ്ങൾ ഇന്ന് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. പൗലോസ്ലീഹ പറയാ, ഇതൊന്നും അവിചാരിതങ്ങളല്ല. ഈ തിന്മകളെയും ഈ അരാജക ശക്തികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം കൂടിയേ തീരൂ. ആത്മാവിന് മാത്രമാണ് നമ്മെ ബലപ്പെടുത്തുവാൻ കഴിയുന്നത്. ആത്മാവിന് മാത്രമാണ് നമ്മെ ശുദ്ധീകരിക്കുവാനും എംപവർ ചെയ്യുവാനും കഴിയുന്നത്. പരിശുദ്ധാത്മ നൽകുന്ന പുതിയ അഭിഷേകത്തിന് മാത്രമേ ഈ തലമുറയെ ട്രാൻസ്ഫോം ചെയ്യാൻ, രൂപാന്തരപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഉപദേശങ്ങൾ കൊണ്ടും നമ്മൾ നന്നാവാനുള്ള അല്ലെങ്കിൽ നമ്മൾ ചില അറിവുകൾ മാത്രം കൊടുത്തത് കൊണ്ടൊന്നും ഈ തിന്മകൾക്ക് ഒരു മാറ്റവും വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഈ തിന്മകൾ മാറിപ്പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകത്തിന് കുത്തൊഴുക്ക് ഈ തലമുറയിൽ വെളിപ്പെട്ടേ മതിയാകൂ. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. വീണ്ടും പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു, എഫെസോസ്കാർക്ക് ലേഖനം 5-ാം അധ്യായം 16-ാം വചനത്തിൽ, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. എന്തിനാണ് ഈ പുതിയ അഭിഷേകം? എൻ്റെ സഹോദരങ്ങളെ, ഈ 3 ദിനങ്ങളിലായി പരിശുദ്ധാത്മാവി ശുശ്രൂഷ എന്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? കർത്താവിൻ്റെ പരിശുദ്ധമായ വചനം പഠിപ്പിക്കുന്നു, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ഈ തിന്മയുടെ ദിനങ്ങളെ ചെറുത്ത് നിൽക്കാൻ, ഈ തിന്മയുടെ ദിനങ്ങളിൽ കർത്താവിന് ധീരതയോടെ സാക്ഷ്യം നൽകുവാൻ, ഈ തിന്മയുടെ ദിനങ്ങളിൽ അനേകം ആത്മാക്കളെ യേശുവിനായി വീണ്ടെടുക്കുവാൻ, ഈ തിന്മയുടെ ദിനങ്ങളിൽ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുവാൻ, ഈ തിന്മയുടെ ദിനങ്ങളിൽ യുവമക്കളെ പരിശുദ്ധാത്മ അനുഭവത്തിലേക്ക് നയിക്കുവാൻ, ഈ തിന്മയുടെ ദിനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അഭിഷേക നിറവുള്ളവരാക്കി മാറ്റുവാൻ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പുതിയ അഭിഷേകം, ഫ്രഷ് അനോയിന്റിങ് നമുക്ക് കൂടിയേ തീരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് വേണ്ടി ശുശ്രൂഷ സ്വർഗം ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, സക്രിയ പ്രവചനം 10:1. അതിനാൽ നമ്മൾ എന്തു ചെയ്യണം? പ്രവാചക വചനത്തിലൂടെ ആത്മാവ് പറയാണ്, വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുക. വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുക. എൻ്റെ സഹോദരങ്ങളെ, മഴയ്ക്ക് വേണ്ടി നിലവിളിക്കേണ്ട സമയമാണിത്. പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴയ്ക്ക് വേണ്ടി മുട്ടുമടക്കി കൈവിരിച്ച് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട മണിക്കൂറുകളാണിത്. നമ്മുടെ സഭയിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് എന്താ പറ്റുന്നത്? ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യമാണ്, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ വേദന വരുന്നു. എത്ര കുടുംബങ്ങളെ ഇന്ന്
നശിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നു. ഭർത്താവും കുഞ്ഞുങ്ങളും ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പുരുഷന്റെ പിറകെ ഓടിപ്പോകുന്നു. എത്ര 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 കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യയെയും കുഞ്ഞിനെയും വിട്ടുകൊണ്ട് പരസ്ത്രീ ബന്ധങ്ങളിലേക്ക് പോകുന്നു. സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, അനാവശ്യമായ ഈഗോയിസം, തെറ്റിദ്ധാരണകൾ, കലഹങ്ങൾ, അടിപിടികൾ, മത്സര്യം, വിഭാഗീയത എന്ന് വേണ്ട ഇത്തരത്തിലുള്ള പൈശാചിക കളകൾ മൂലം നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് താറുമാറായിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എന്താ ഇന്ന് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇതുപോലുള്ള നാശങ്ങളും തകർച്ചകളും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാം തിരിച്ചറിയണം, നമുക്ക് എവിടെയോ ഈ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. ആത്മാവിന്റെ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ മങ്ങിപ്പോയി. ആത്മാവിന്റെ പ്രകാശം, ആത്മാവിന്റെ പ്രഭ നമ്മുടെ കൂട്ടായ്മകളിൽ ഇന്ന് കെട്ടുപോയിരിക്കുന്നു. തന്മൂലം കൊടിയ നാശത്തിനും തകർച്ചയിലും നമ്മൾ ഇന്ന് ആയിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണ്. ഭൗതികമായ മഴയല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേക മഴ, പരിശുദ്ധാത്മാവിന്റെ പിന്മഴ, പരിശുദ്ധാത്മാവ് തരുന്ന അഭിഷേകത്തിന്റെ പെരുമഴ കുടുംബങ്ങളിൽ പെയ്തിറങ്ങണം. നമ്മുടെ ബന്ധങ്ങളിൽ പെയ്തിറങ്ങണം. നമ്മുടെ സഭ മുഴുവനിലും പെയ്തിറങ്ങണം. നമ്മുടെ മിനിസ്ട്രികളിൽ, കൂട്ടായ്മകളിൽ ആത്മാവിൻ്റെ പിന്മഴ പെയ്തിറങ്ങണം. കർത്താവ് പറയാ, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വസന്തവൃഷ്ടിയുടെ കാലത്ത് നിങ്ങൾ കർത്താവിനോട് മഴ ചോദിക്കുവിൻ, മഴ ചോദിക്കുവിൻ. നമ്മൾ പാടുന്നില്ലേ, പെന്തക്കൊസ്ത നാളിൽ മുൻമഴ പെയ്ച്ച കർത്താവേ, പിന്മഴ പെയ്യിക്കേണമേ. സഭ മുഴുവനിലും, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ പെന്തക്കൊസ്ത നാളിൽ മുൻമഴ പെയ്ച്ച കർത്താവേ, കർത്താവേ, പിന്മഴ പെയ്യിക്കേണമേ. കർത്താവിനോട് പ്രാർത്ഥിക്കുക പിന്മഴയ്ക്ക് വേണ്ടി. എൻ്റെ സഹോദരങ്ങളെ, ഒരു പുതിയ അഭിഷേകം, ഫ്രഷ് അനോയിന്റിങ് നമുക്ക് ആവശ്യമാണെന്ന് കർത്താവ് അറിയിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. നമ്മൾ കൊടിയ ദുരിതത്തിൽ അകപ്പെടും. കഠിനമായ നാശങ്ങൾ നമ്മളെ പിടികൂടും. അതിന് മറികടക്കുവാനുള്ള വഴി ആത്മാവ് നൽകുന്ന പുതിയ അഭിഷേകമാണ്, ഫ്രഷ് അനോയിന്റിങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സ്വീകരിക്കുവാൻ, കർത്താവിൽ നിന്ന് ഏറ്റെടുക്കുവാൻ നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? എത്ര പേർ ആഗ്രഹിക്കുന്നു? 92-ാം സങ്കീർത്തനം 10-ാം വചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി, എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. ഫ്രഷ് ഓയിൽ, ഫ്രഷ് അനോയിന്റിങ്, ന്യൂ അനോയിന്റിങ്, പുതിയ തൈലം, പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ. ദാവീദ് പറയാണ്, എൻ്റെ ദൈവം എൻ്റെ മേൽ പുതിയ അഭിഷേകം ഒഴിച്ചു, പുതിയ തൈലം. എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തപ്പെട്ടു. പുതിയ അഭിഷേകം നമ്മളിൽ നിറയപ്പെടുമ്പോൾ കാട്ടുപോത്തിന്റെ കരുത്തിലേക്ക് നമ്മൾ വീണ്ടും ഉയർത്തപ്പെടും. കാട്ടുപോത്തിന് ബലമുള്ളവരായിരുന്നു ക്രൈസ്തവരെ. നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകളെല്ലാം കാട്ടുപോത്തിന് ഇത് തുല്യമായ ബലം അവർക്കുണ്ടെന്ന് കർത്താവിന്റെ ജനത്തെ നോക്കി ആത്മാവ് പറയുന്ന പ്രവചനം സംഖ്യാ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഈ കാട്ടുപോത്തിൻ്റെതു തുല്യമായ ബലം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ചത്ത നായയെ പോലെയായി, ജീവനില്ലാത്തവരായി, മൃതപ്രായരായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൊടിയ നാശം സംഭവിച്ചു. എന്താ കാരണം? ഈ അനോയിന്റിങ് നമ്മളെ വിട്ടുപോയി. അനോയിന്റിങ് വിട്ടുപോയി. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, പുതിയ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ കാട്ടുപോത്തിൻ്റെത് തുല്യമായ കരുത്ത് കിട്ടുന്നു. കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെടുന്നു. നമ്മുടെ ആത്മീയ ജീവിതം
വിശ്വാസ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ ബന്ധങ്ങൾ, കൂട്ടായ്മകൾ അടുത്തൊരു ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ കർത്താവിൽ നിന്ന് ഈ അഭിഷേകം പ്രാപിക്കേണ്ടത്. ഈ ഫ്രഷ് അനോയിന്റിങ്, പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം. എല്ലാവരും ഉച്ചത്തിൽ വിശ്വാസത്തോടെ പറഞ്ഞ് പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം. ഒരല്പം കൂടി സ്വരത്തിൽ പറഞ്ഞ് പുതിയ അഭിഷേകം. പുതിയ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകണ്ടേ, നമ്മുടെ മക്കളിൽ നിറയണ്ടേ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇത് വ്യാപരിക്കണ്ടേ. സഹോദരങ്ങളെ, ഇത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റെന്തിനേക്കാളും ഉപരി ആത്മാവ് നൽകുന്ന ഈ പുതിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5:26 പ്രവാചകനെ ഏലീശ തന്റെ ഭൃത്യനായ ഗെഹസിയോട് പറയുന്നുണ്ട്. ഏലീശ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. സ്വീകരിക്കുവാനുള്ള സമയമായിരുന്നു അത്. സമയമായിരുന്നു അത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയം എന്തിനുള്ള സമയമാണ്? 2023 അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. 2024 പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവ് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ സമയം എന്തിനുള്ള സമയമാണ്? ശ്രദ്ധിക്കണമേ, എല്ലാവരും ശ്രദ്ധിക്കണമേ. ഈ സമയം എന്തിനുള്ള സമയമാണ്? എൻ്റെ സഹോദര സഹോദരി, എന്തിനാണ് കർത്താവ് ഈ സമയം നമുക്ക് അനുവദിച്ച് തന്നത്? മറ്റൊന്നിനും വേണ്ടിയല്ല, ഒന്നിനും വേണ്ടി. പുതിയ അഭിഷേകം, ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ് പ്രാപിക്കുവാൻ, ഈ കാലഘട്ടത്തിന്റെ തിന്മകളെ അതിജീവിക്കുവാൻ, ഈ കാലഘട്ടത്തിന്റെ മേൽ, ഈ തലമുറയിൽ പിശാച് വിതച്ചിരിക്കുന്ന പാപത്തിന്റെ, മ്ലേച്ഛതയുടെ, അരാജകത്വത്തിന്റെ കളകളെ പിഴുതുകളഞ്ഞ് ഈ തലമുറയിൽ ദൈവഭയം പ്രബലപ്പെടുത്തുവാൻ, എൻ്റെ സഹോദരങ്ങളെ, പുതിയ അഭിഷേകം കൂടിയേ തീരൂ. പുതിയ അഭിഷേകം. ഇത് പണമുണ്ടാക്കുവാനോ, വസ്ത്രങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ, വിലയേറിയ വസ്ത്രങ്ങൾ, ഇവയൊക്കെ സ്വന്തമാക്കാനുള്ള സമയമല്ല പ്രിയപ്പെട്ടവരെ. പുതിയ അഭിഷേകത്തിന് വേണ്ടി, പുതിയ അഭിഷേകത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് അത് പ്രാപിക്കുവാൻ, ഈ അഭിഷേകം ഏറ്റെടുക്കുവാൻ സ്വർഗം അനുവദിച്ചിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഈ സത്യം മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. കുറച്ച് നാളുകളായി എൻ്റെ ഹൃദയത്തെ വല്ലാതെ അലട്ടുന്നൊരു കാര്യമാണ്. കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി കാര്യമായ ഒരു സ്വാധീനവും ചെലുത്തുവാൻ പറ്റുന്നില്ല. മനുഷ്യാത്മാക്കളിൽ വചനത്തിൻ്റെ തീ കൊളുത്തുവാൻ പറ്റുന്നില്ല. അനേകർ നാശത്തിലേക്ക് പോകുന്നു. അനേകർ വിശ്വാസം വിട്ട് അകലുന്നു. അനേക യുവമക്കള് നിത്യനാശത്തിൽ നിബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ സങ്കടത്തോടുകൂടി, സഹതാപത്തോടുകൂടി നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. അവരെ വീണ്ടെടുക്കുവാൻ, അവരെ കർത്താവിനായി ഉണർത്തുവാൻ, അവരെ രക്ഷിക്കുവാൻ, അവരെ വിശുദ്ധീകരിക്കുവാൻ, അവരിൽ വചനത്തിന്റെ സ്വാധീനം പുലർത്തുവാൻ സഹോദരങ്ങളെ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കുന്നൊരവസ്ഥ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. എന്തുമാത്രം ആത്മീയ ശുശ്രൂഷകൾ കേരള കത്തോലിക്ക സഭയിലുണ്ട്. ഈ ശുശ്രൂഷകൾ വഴി എന്തുമാത്രം ആത്മാക്കൾ നിത്യരക്ഷ പ്രാപിക്കുന്നു, എന്തുമാത്രം ആത്മാക്കള് കർത്താവിനായി ഉജ്ജ്വലിക്കപ്പെടുന്നു, എന്തുമാത്രം ആത്മാക്കള് പിശാചിന്റെ പിടിയിൽ നിന്ന് വിമോചിതരാകുന്നു. വളരെ 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 കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു കാരണം ഈ പുതിയ അഭിഷേകം നമ്മൾ ഏറ്റെടുക്കുന്നില്ല, പുതിയ അഭിഷേകം നമ്മൾ പ്രാപിക്കുന്നില്ല. ഓരോ കാലഘട്ടത്തിനും, ഓരോ കാലത്തിനും, ഓരോ സമയത്തിനും അതതിൻ്റെ അഭിഷേകം കൂടിയേ തീരൂ. വിശുദ്ധ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. 1990 കാലഘട്ടങ്ങളിൽ, 2000 കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാപിച്ച അഭിഷേകം കൊണ്ട് ഈ 2023 അവസാനത്തിൽ 2024 കർത്താവിന് വേണ്ടി പുതിയ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. അതിന് ഇന്നിൻ്റെ അഭിഷേകം വേണം, ഇന്നിൻ്റെ അഭിഷേകം വേണം, നവമായ അഭിഷേകം വേണം, പുതിയ അഭിഷേകം വേണം.
അതിനു വേണ്ടി അടങ്ങാത്തൊരു ആഗ്രഹമുണ്ട്. അതാണ് എലീശ ചോദിച്ചത്, നീ എന്ത് മണ്ടത്തര കാണിച്ചത് ഗഹസി? പണത്തിൻ്റെ പുറകെ, വസ്ത്രങ്ങളുടെ പുറകെ, ആടുമാടുകൾ നേടാൻ, ഒലിവത്തോട്ടങ്ങൾ സമ്പാദിക്കാൻ, വസ്തുവകകൾ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു. എൻ്റെ യജമാനനായ ഏലിയായിൽ നിന്ന് ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം ഞാൻ ഏറ്റെടുത്തതുപോലെ എൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ഡബിൾ പോർഷൻ അനോയിന്റിങ്, ഇരട്ടിപ്പങ്കിൻ്റെ അഭിഷേകം ഗഹസി നീ പ്രാപിക്കേണ്ട ഈ സമയത്ത് നീ ഭൗതിക വസ്തുക്കൾ സ്വന്തമാക്കാൻ നീ നെട്ടോട്ടമോടിയില്ലേ? നീ നിന്റെ സാധ്യത നഷ്ടപ്പെടുത്തിയില്ലേ? ദൈവം അനുവദിച്ച സമയം നീ നഷ്ടപ്പെടുത്തിയില്ലേ? വേദനയോടെ പ്രവാചകൻ ചോദിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മോടാണ് കർത്താവ് ഇത് പറയുന്നത്. എന്തുമാത്രം അവസരങ്ങൾ കർത്താവ് തന്നു, എന്തുമാത്രം സാധ്യതകൾ കർത്താവ് തന്നു, അതെന്തുമാത്രം കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി, കർത്താവിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി, ഇവാഞ്ചലൈസേഷന് വേണ്ടി നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് എന്തുമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നാം നമ്മോട് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ നിന്റെ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. തന്മൂലം എന്തുണ്ടായി? ഗഹസി കുഷ്ഠരോഗിയായി മാറി. അവൻ ശുശ്രൂഷ മേഖലയിൽ നിന്ന് അവൻ പിന്തള്ളപ്പെടുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവ് അനുവദിച്ചു തരുന്ന സമയം തിരിച്ചറിയാതെ, കർത്താവ് നൽകുന്ന സാധ്യതകൾ മനസ്സിലാക്കാതെ ഞാനും നിങ്ങളും മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. ഇന്ന് അതാണ് നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പല നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കുന്നുവെങ്കിൽ, കൊടിയ നാശങ്ങൾ വരുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അഭിഷേകത്തിന്റെ സമൃദ്ധി ഇന്ന് ചോർന്നു പോയെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്താ? കർത്താവ് അനുവദിച്ചു തന്ന അനേക അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമ്മളത് പ്രയോജനപ്പെടുത്തിയില്ല. തന്മൂലം അഭിഷേകം മങ്ങിപ്പോയി, കൃപ വറ്റിപ്പോയി, പരിശുദ്ധാത്മ സാന്നിധ്യം നിർജീവമായി. സഹോദരങ്ങളെ, ഇതിനെ ഒന്ന് ആളി കത്തിക്കുവാൻ, ഇതിനെ വീണ്ടും ചൂട് പിടിപ്പിക്കുവാൻ, ഇതിനെ വീണ്ടും ഉണർത്തുവാൻ കർത്താവ് നമുക്ക് ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ്. കരമടിച്ച് സ്വർഗത്തെ മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു. ശക്തിയോടെ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഉപരി ഈ പുതിയ അഭിഷേകത്തിന് വേണ്ടി, ആത്മാവ് നൽകുന്ന പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കണം. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തെ കർത്താവിങ്ങനെ പുഷ് ചെയ്യുന്ന, കർത്താവിങ്ങനെ തള്ളുന്നൊരു അനുഭവമായിരുന്നു. കർത്താവിനെ ഇങ്ങനെ തള്ളുകയാണ്. സ്പിരിറ്റ്, ആത്മാവിനെ തള്ളുന്നൊരു അനുഭവം, പുഷ് ചെയ്യുന്നൊരു അനുഭവം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ജീവിതം പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിന് വേണ്ടി ഈ ജീവിതം പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ, കർത്താവിനായിട്ട് ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ, കുടുംബങ്ങളെ വീണ്ടെടുക്കുവാൻ, സമൂഹങ്ങളെ വീണ്ടെടുക്കുവാൻ, സഭയെ ശക്തീകരിക്കുവാൻ, ഈ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ഈ ജീവിതം വെറും പാഴായി പോവുകയല്ലേ? നമ്മൾ തിരിച്ചറിയണം, ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി ആത്മാവിൻ്റെ പുതിയ അഭിഷേകം, ഫ്രഷ് അനോയിന്റിങ്ങിനെ നമ്മളതിനെ വിലമതിക്കുകയും ആഗ്രഹിക്കുകയും വേണം. എലീശ പ്രവാചകൻ അവൻ്റെ തലമുറയിൽ ചലനങ്ങൾ ഉണ്ടാക്കിയവനായിരുന്നു. എന്തുകൊണ്ട് ഈ ഡബിൾ പോർഷൻ അനോയിന്റിങ് എലീശയ്ക്ക് കിട്ടിയത്? അവൻ അതിനു വേണ്ടി ആഗ്രഹിച്ചു. മറ്റെന്തിനേക്കാളും പണത്തെക്കാളും സ്ഥാനമാനത്തെക്കാളും അംഗീകാരത്തെക്കാളും ലോകത്തിൻ്റെ കയ്യടിയേക്കാളും ഈ ലോകത്തിന് മറ്റ് നശ്വരമായ എല്ലാ സുഖങ്ങളെക്കാളും ഉപരി ആത്മാവിൻ്റെ അഭിഷേകം, ഡബിൾ പോർഷൻ അനോയിന്റിങ്, ആത്മാവിൻ്റെ അഭിഷേകം, പുതിയ അഭിഷേകത്തിന് വേണ്ടി എലീശ ആഗ്രഹിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വചനം, അവിടെ എലീശ ഏലിയായോട് പറയുന്നൊരു വാക്കുണ്ട്. എലീശ പറഞ്ഞ, കർത്താവിനെ ബേഥേൽ വരെ അയച്ചിരിക്കുന്നു,
എലീശ ദയവായി ഇവിടെ നിൽക്കുക. എന്നാൽ എലീശ പറഞ്ഞു, കർത്താവിനെയും അങ്ങേ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങേ വിട്ടുമാറില്ല, ഞാൻ അങ്ങേ വിട്ടുമാറില്ല. കാരണം എന്താ? ഏലിയായുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ പങ്ക് തനിക്ക് ലഭിക്കണമെന്ന് അതിയായി എലീശ ആഗ്രഹിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഈ പുതിയ അഭിഷേകത്തിന് വേണ്ടി അടങ്ങാത്തൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. ഈ അനോയിന്റിങ് നമ്മൾ പ്രാപിക്കാതെ നമുക്ക് ഈ തലമുറയിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുകയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവിൻ്റെ നാമത്തെ പ്രതി നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് റിസൾട്ടിലേക്ക്, ഫലത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ അഭിഷേകം കൂടിയേ തീരൂ. പ്രിയപ്പെട്ടവരെ, ചില സമയത്തൊക്കെ ഒരു മടുപ്പ് വരാറുണ്ട്. ഈ ശുശ്രൂഷ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ജനം രക്ഷപ്പെടുന്നുണ്ടോ? പലപ്പോഴും കർത്താവ് പറയാറുണ്ട്, നീ ശുശ്രൂഷ ചെയ്താൽ മതി, എത്ര പേര് മാനസാന്തരപ്പെടുന്നുവെന്ന് നീ എണ്ണെടുക്കണ്ട. അത് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് ഒരു ശുശ്രൂഷകൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ സഹോദരങ്ങളെ, വചനം കേട്ട് ജനം വിശുദ്ധീകരിക്കപ്പെടുകയും ജനം മാനസാന്തരപ്പെടുകയും ജനം തങ്ങളുടെ ജീവിതത്തെ കർത്താവിനെ സമർപ്പിക്കുകയും ചെയ്തത് കാണുമ്പോഴാണ് ഒരു ശുശ്രൂഷകനെ യഥാർത്ഥത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും ഇന്നത് വേണ്ട വിധം സംഭവിക്കാതെ പോകുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം ശുശ്രൂഷകർ, കർത്താവിനാൽ വിളിക്കപ്പെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ഈ പുതിയ അഭിഷേകത്തിന് വേണ്ടി വില കൊടുക്കുവാനും അതിനുവേണ്ടി എന്തും ത്യജിക്കുവാനും അത് എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഈ അഭിഷേകം പ്രാപിക്കുവാനുള്ള അടങ്ങാത്തൊരു വാഞ്ചയിലേക്ക് കടന്നു വരുന്നതിൽ പരാജയപ്പെടുകയാണ്. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, പലപ്പോഴും ഞാൻ പരാജയപ്പെടുന്നുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരുങ്ങാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഈ അഭിഷേകം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എലീശയെ നോക്കി എലീശ പറഞ്ഞു, ഞാൻ അങ്ങ് വിട്ടുമാറില്ല. ഏലിയായുടെ ഭംഗി കണ്ടിട്ടല്ല, ഏലിയായുടെ കായിക ബലം കണ്ടിട്ടല്ല, ഏലിയായുടെ വാക്ചാതുര്യം കണ്ടിട്ടല്ല, ഏലിയായുടെ ശുശ്രൂഷയുടെ മികവ് കണ്ടിട്ടല്ല, ഏലിയായുടെ മേൽ കർത്താവ് ഇട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ കന മനസ്സിലാക്കിക്കൊണ്ട് എലീശ പറഞ്ഞു, ഈ അഭിഷേകം എനിക്കും വേണം, ഞാൻ അങ്ങേ വിട്ടുമാറുകയില്ല, ഞാൻ അങ്ങേ വിട്ടുമാറില്ല. ഓ, എന്നാ ഒരു വാഞ്ചയാണ്, എന്തൊരു വാഞ്ചയാണത്. 4-ാം വചനത്തിലോട്ട് വന്ന് ഏലിയ പറഞ്ഞു, എലീശ കർത്താവിനെ ജെറീക്കോയിലേക്ക് അയച്ചിരിക്കുന്നു, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. എലീശ പറഞ്ഞു, കർത്താവിനെ അങ്ങേ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങേ വിട്ടുമാറില്ല. 2-ാം പ്രാവശ്യം പറഞ്ഞു, ഞാൻ വിട്ടുമാറില്ല, വിട്ടുപിരിയാതെ വിട്ടുമാറാതെ നടക്കുക. എന്തിനു വേണ്ടി? അനോയിന്റിങ്ങിന് വേണ്ടി. ഇതുപോലെ കർത്താവുമായി നമുക്കൊരു വിട്ടുപിരിയാത്ത ബന്ധമുണ്ടാകണം. പരിശുദ്ധാത്മാവുമായി നമുക്ക് വിട്ടുപിരിയാത്തൊരു ബന്ധമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള പാത്രങ്ങളിലേക്കാണ് പുതിയ അഭിഷേകം ഒഴുകപ്പെടുന്നത്. വീണ്ടും 6-ാം വചനത്തിലോട്ട് വരിക. എലിയ പറഞ്ഞു, എന്നെ ജോർദാനിലേക്ക് കർത്താവ് അയച്ചിരിക്കും, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. എലീശ വീണ്ടും പറഞ്ഞു, ഞാൻ അങ്ങേ വിട്ടുമാറില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. 9-ാം വചനത്തിലോട്ട് വന്ന് 9-ാം വചനത്തിൽ എന്താ പറയുന്നത്? മറുകര എത്തിയപ്പോൾ എലീശയോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയാണ് ഇത്രയും വില കൊടുത്ത് ത്യാഗമെടുത്ത് തൻ്റെ യജമാനനായി ഏലിയായി വിട്ടുപിരിയാതെ എലീശ നടന്നത്. ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയാ. ആലോചിക്കേണ്ട ആവശ്യമില്ല. എലീശ പറഞ്ഞു, അങ്ങയുടെ മേൽ പകരപ്പെട്ട ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്, ഡബിൾ പോർഷൻ എനിക്ക് ലഭിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മൾ പങ്കുവെച്ച് മറ്റൊന്നിനു വേണ്ടിയല്ല, മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി നമ്മൾ വിലമതിക്കുന്നത് ആത്മാവിൻ്റെ ഈ പുത്തൻ അഭിഷേകത്തിനായിട്ടായിരിക്കണം. ഈ അഭിഷേകം ഇല്ലെങ്കിൽ നമ്മൾ മണ്ണാങ്കട്ടകളാണ്. ഈ അഭിഷേകം ഇല്ലെങ്കിൽ നമ്മൾ ഉണങ്ങി വരേണ്ട മരുഭൂമിക്ക് തുല്യമാണ്. ഈ അനോയിന്റിങ് നമ്മുടെ മേൽ ഇല്ലെങ്കിൽ നമ്മൾ വെള്ളിക്കിട്ടമാണ്, ഒരു പ്രയോജനമില്ലാത്തവരാണ്, ഉപയോഗശൂന്യരാണ്. ഈ അഭിഷേകത്തിൻ്റെ തീ, ഈ അഭിഷേകത്തിൻ്റെ നിറവ് എന്നിലില്ലെങ്കിൽ ഞാൻ വെറും പാഴാണ്. ഒരു അർത്ഥവും ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത ഒരു അത്തിമരം പോലെ
എൻ്റെ ജീവിതം മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്രമാത്രം പ്രഷ്യസ് ആണ് പരിശുദ്ധാത്മ നൽകുന്ന പുതിയ അഭിഷേകം. പുതിയ അഭിഷേകം. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. പുതിയ തൈലം. എല്ലാവരും ഒന്ന് പറഞ്ഞ പുതിയ തൈലം. പുതിയ തൈലം. 2024 പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഈ പുതിയ തൈലമാണ്. ഹല്ലേലൂയ. ഈ ഫ്രഷ് അനോയിന്റിങ്, ഈ ന്യൂ അനോയിന്റിങ്, ഈ പുതിയ അഭിഷേകം. ഇത് കർത്താവിൻ്റെ, ശ്രദ്ധിച്ച്, ഇത് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഇത് കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അത് നമ്മൾ പ്രാപിക്കുവാനും ഏറ്റെടുക്കുവാനുമാണ് ഷെക്കൻ ന്യൂസിലൂടെ ഇപ്രകാരം ഒരു ശുശ്രൂഷ സ്വർഗം ഒരുക്കിത്തരുന്നത്. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഇത് പ്രാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏറ്റെടുക്കുവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ അഭിഷേകം എപ്രകാരമുള്ള ജീവിതങ്ങളിലേക്കാണ് പകരപ്പെടുന്നത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പ്രവാചകന്മാരുടെ മേലും അപ്പോസ്തലന്മാരുടെ മേലും വിശുദ്ധാത്മാക്കളുടെ മേലിലൊക്കെ പകരപ്പെട്ട അഭിഷേകം ഇന്നും ഈ അന്തരീക്ഷ മണ്ഡലത്തിലുണ്ട്. അത് ഇന്നും സഭയിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അത് ശക്തിയോടെ വെളിപ്പെടുന്നില്ല? പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉയരുന്നൊരു ചോദ്യമാണ്. അയർലൻഡിൽ പലപ്പോഴും വചനവുമായി പോകാൻ കർത്താവ് കരുണ കാണിച്ചിട്ടുണ്ട്. സെന്റ് പാട്രിക് അയർലൻഡിൻ്റെ അപ്പോസ്തലനാണ്. ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, വിശുദ്ധനായ പാട്രിക്കിൻ്റെ മേൽ പകർന്ന അഭിഷേകം ഈ മണ്ണിലുണ്ടല്ലോ. പക്ഷെ ഇന്ന് അയർലൻഡ് സഭ, അല്ലെങ്കിൽ അയർലൻഡ് ഒരു കാത്തലിക് കൺട്രിയാണ്. ഇന്ന് ഒരുപാട് വിശ്വാസത്തിൽ പുറകിലോട്ട് പോയിരിക്കുകയാണ്. വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പാട്രിക്ക് നടന്നു നീങ്ങിയ മണ്ണ്. ഈ അഭിഷേകമുള്ള വ്യക്തികൾ ഇന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അയർലൻഡിൽ സഭയിൽ മാത്രമല്ല, സാർവത്രിക സഭയിൽ തന്നെ ഇല്ല. നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഒത്തിരി പേരില്ല. എന്തുകൊണ്ടാണ് ഈ അഭിഷേക പകർച്ച നമുക്ക് ലഭിക്കാത്തത്? കർത്താവ് ഇത് പിടിച്ചു വെച്ചിട്ടാണോ? ഞാൻ ആർക്കിത് ഈ അഭിഷേകം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് കർത്താവ് ഇത് പിടിച്ചു വെച്ചിട്ടാണോ? ഒരിക്കലുമല്ല. താൻ തെരഞ്ഞെടുത്തവർ ഈ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ തന്നെയാണ് അന്നും ഇന്നും കർത്താവിൻ്റെ ആഗ്രഹം. പിന്നെ എന്തുകൊണ്ട് നമുക്കിത് പ്രാപിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഈ അഭിഷേകം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല? സഹോദരങ്ങളെ, നമ്മളിത് തിരിച്ചറിയണം. ഈ അഭിഷേകം പകരപ്പെടുന്നത്, ഈ പുതിയ അഭിഷേകം പകരപ്പെടുന്നത്, ഒന്നാമതായി എല്ലാവരും ശ്രദ്ധിക്കണമേ, പുതിയ പാത്രങ്ങളിലേക്കാണ്. ന്യൂ വെസൽസ്. പുതിയ പാത്രങ്ങളിലാണ് പുതിയ അഭിഷേകം പകരുന്നത്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 38-ാം വചനത്തിൽ എന്താ കർത്താവ് പറഞ്ഞത്? പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കുന്നത്. പുതിയ വീഞ്ഞ് പകരപ്പെടുന്നത് പുതിയ തോൽക്കുടങ്ങളിലാണ്. ഈ കാലഘട്ടത്തിന് അഭിഷേകം പ്രാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആത്മാവിന്റെ പുതിയ അഭിഷേകത്തിൽ നമ്മൾ പൂരിതരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആത്മാവിന്റെ കൃപാദാനങ്ങളിൽ നമ്മൾ പ്രകാശിതരാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധ വചനം പറയുന്നു, പുതിയ പാത്രങ്ങളാവുക, പുതിയ പാത്രങ്ങളാവുക. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ. 2024 പുത്തൻ അഭിഷേകം പ്രാപിച്ച് ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നമ്മൾ പുതിയ ജീവിതങ്ങളാകണം. ആത്മാവിൽ നവീകരിക്കപ്പെട്ട, ആത്മാവിൽ പണിയപ്പെട്ട, ആത്മാവിനാൽ പുതുക്കപ്പെട്ട പുതുജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുമ്പോഴാണ് ഈ പാത്രങ്ങളിലേക്ക് ഈ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടാകുന്നത്. പൗലോസിലേക്ക് സത്യം പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്കെതിരെ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൽ എന്താണ് സെന്റ് പോൾ പറയുന്നത്? എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല. ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ പരമമായ ശക്തി എന്ന് പറയുന്നത് അവൻ്റെ ഈ അഭിഷേകമാണ്, ഈ അഭിഷേക സാന്നിധ്യമാണ്. ഈ അഭിഷേക സാന്നിധ്യം പകരപ്പെട്ടിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്. ഇത് അമൂല്യമായ നിധിയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങൾ
വിശുദ്ധ പാത്രങ്ങളാകണം. പുതിയ പാത്രങ്ങൾ, വിശുദ്ധ പാത്രങ്ങൾ. പൗലോസ് വീണ്ടും പറയുന്നു, തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. വിശുദ്ധ പാത്രം, ഒരു പുതിയ പാത്രം, നവീകരിക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട ഒരു വിശുദ്ധ പാത്രം. ഈ വിശുദ്ധ പാത്രങ്ങളിലേക്കാണ് പുതിയ അഭിഷേകത്തെ കർത്താവ് ഒഴിക്കുന്നത്. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. പുതിയ പാത്രങ്ങളാണ്, പുതിയ പാത്രങ്ങൾ. കർത്താവിന് യോഗ്യമല്ലാത്തത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന എല്ലാ തിന്മകളോടും, എല്ലാ ശൈലികളോടും, എല്ലാ പ്രവൃത്തികളോടും നമ്മൾ വിട പറയണം. കാരണം അതിനേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് ആത്മാവിൻ്റെ പുത്തൻ അഭിഷേകം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നു, കൊളോസോസ്കാർക്ക് ഇത് ലേഖനം 2:5 സെന്റ് പോൾ പറയാണ്. കൊളോസോസ് 2:5 ഒന്നിച്ചു വായിച്ച് എന്താ പറയുന്നത്? ഞാൻ ശാരീരികമായി, 2 അല്ല 3:5 ആ വചനം ഒന്ന് വായിച്ചു. 3:5 എന്താ പറയുന്നത്? അവിടെ പറയുന്നു, നിങ്ങൾ മനഃശോഭം, ദുർവിചാരങ്ങള്, ആസക്തികള്, ക്രോധം എന്നിവയിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടകലുവിൻ. ഇതെല്ലാം ഭൗമികമായ കാര്യങ്ങളാണ്, ഭൗമികമായ കാര്യങ്ങളാണ്. 12-ാം വചനത്തിൽ പറയാണ്, നിങ്ങൾ വിശുദ്ധി, നിങ്ങൾ നീതി, നിങ്ങൾ കാരുണ്യം, സ്നേഹം എന്നിവ ഒരു വസ്ത്രം പോലെ ധരിച്ച് പുതിയ മനുഷ്യരാകുക. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ ഈ പുതിയ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, പുതിയ തോൽക്കുടങ്ങളാകണം, പുതിയ പാത്രങ്ങളാകണം. പുതിയ പാത്രങ്ങളിലേക്ക് മാത്രമേ കർത്താവ് പുതിയ വീഞ്ഞു പകരുകയുള്ളൂ, പുതിയ അഭിഷേകം പകരുകയുള്ളൂ. അല്ലാതെ വേറെ ഒരു വഴിയില്ല പ്രിയപ്പെട്ടവരെ, വേറെ ഒരു ഷോർട്ട് കട്ടുമില്ല. നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും ആഗ്രഹിച്ചാലും നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ പാത്രമാക്കി മാറ്റുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നില്ലെങ്കിൽ ഈ പുതിയ അഭിഷേകത്തിന്റെ പകർച്ചയാൽ കർത്താവ് നമ്മെ നിറയ്ക്കുകയില്ല, കർത്താവ് നമ്മളെ നിറയ്ക്കില്ല. ഇന്ന് അനേകർക്ക് ഈ അഭിഷേകം, എനിക്കും നിങ്ങൾക്കും പലപ്പോഴും ഈ അഭിഷേകം ഏറ്റെടുക്കാൻ കഴിയാത്തതിന് കാരണം കർത്താവ് ഇത് പകർന്നു തരാഞ്ഞിട്ടല്ല, നമ്മൾ പുതിയ പാത്രങ്ങളാകുന്നില്ല, നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങളാകണം. എന്താണ് ഒഴിഞ്ഞ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ? സകല പാപത്തെയും അല്ലെങ്കിൽ കർത്താവിനെ പ്രതി നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കണം. കർത്താവിന് യോഗ്യമല്ലാത്ത എല്ലാം എടുത്തു മാറ്റി നമ്മൾ ബ്ലാങ്ക് ആകണം. നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങളാകണം. ഒഴിഞ്ഞ പാത്രങ്ങളിലാണ് പകർച്ചയുടെ നിറവും സമൃദ്ധിയും ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ വചനം. ആ വചനം എല്ലാവരും ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ച്. അവൻ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. എലീശ പ്രവാചകൻ പറഞ്ഞു, ഒഴിഞ്ഞ പാത്രങ്ങൾ. കാരണം ഈ ഒഴിഞ്ഞ പാത്രങ്ങളിലാണ് പുതിയ എണ്ണ പകരപ്പെടുന്നത്. പുതിയ അഭിഷേകം പ്രാപിക്കണോ, പുതിയ അഭിഷേകം സ്വീകരിക്കണമോ? ആത്മാവ് പറയുന്നു, നീ പുതിയ പാത്രമാകണം, നീ ഒഴിഞ്ഞ പാത്രമാകണം, നീ ഒരു വിശുദ്ധ പാത്രമായി തീരണം. ആ പാത്രത്തിലേക്ക് മാത്രമേ എൻ്റെ ഏറ്റവും വിശിഷ്ട അമൂല്യദാനമായ എൻ്റെ അഭിഷേകം ഞാൻ പകരുകയുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പുതിയൊരു സമർപ്പണത്തിലേക്ക് വരണം. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞത്, ഞാൻ ഇടയ്ക്കിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ബ്രദർ എന്തെങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഈ സഹോദരൻ എന്തെങ്ങനെ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ഈവനിങ് ടൈമിൽ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് യാത്രകളുണ്ടായിരുന്നു, കുറച്ച് ക്ഷീണിതനായിരുന്നു ഞാൻ. അപ്പം ഇങ്ങനെ കർത്താവിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക, കർത്താവേ
ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ റേമ തരണേ, ആലോചന തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനോട് പറഞ്ഞു, നിന്റെ സമർപ്പണത്തെ നീ നവീകരിക്കണം. ഈ സമർപ്പണം പോരാ, ഈ ഒരു കമ്മിറ്റ്മെന്റ് പോരാ. പുതിയ അഭിഷേകത്തിന് ഒരു പുതിയ സമർപ്പണം വേണം. എവിടെ പുതിയ സമർപ്പണമുണ്ടോ അവിടെ പുതിയ അഭിഷേകമുണ്ട്. നമ്മുടെ സമർപ്പണത്തെ നവീകരിക്കുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കുന്നില്ലെങ്കിൽ പുതിയ അഭിഷേകം സ്വന്തമാക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ആഗ്രഹം കൊണ്ട് മാത്രം പോരാ, വാച കൊണ്ട് മാത്രം പോരാ, പ്രാർത്ഥന കൊണ്ട് മാത്രം പോരാ. സഹോദരങ്ങളെ, നമ്മുടെ സമർപ്പണത്തെ നവീകരിക്കുവാൻ, പുതുക്കുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കണം. നമ്മൾ അതിനായി തന്നെ തയ്യാറാകണം. നമ്മുടെ സമർപ്പണത്തെയാണ് പിശാച് ഏറ്റവും അധികം ഭയപ്പെടുന്നത്. നമ്മോട് ചോദിക്ക്, ഇന്ന് എനിക്ക് ആ പഴയ സമർപ്പണമുണ്ടോ? കർത്താവേ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ അമ്മയിൽ ആത്മാവിന്റെ അധിവാസമുണ്ടായത് എപ്പോഴാ? അമ്മ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വന്നപ്പോൾ. ലൂക്കായുടെ സുവിശേഷം 1:38, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക്, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഈ സമയം ദൈവത്തിന്റെ വചനമായ ഈശോ മാംസമായി പരിശുദ്ധ അമ്മ മാതാവിൽ രൂപപ്പെടുകയാണ്. എപ്പോഴാ ഈ രൂപമാറ്റം ഉണ്ടായത്? സമ്പൂർണമായ സമർപ്പണത്തിൽ. പുതിയ സമർപ്പണം പുതിയ അഭിഷേകത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, നാം തിരുവചനത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമർപ്പണത്തെ കെടുത്തിക്കളയുവാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാനത് വിശ്വസിക്കുന്നു. പിശാച് മറ്റെന്തിനേക്കാളും ഭയപ്പെടുന്നത് നമ്മുടെ സമർപ്പണത്തെയാണ്. കർത്താവിനോടുള്ള നമ്മുടെ സമർപ്പണം, കർത്താവിന്റെ വചനത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത, കർത്താവ് ഏൽപ്പിച്ചു തന്ന ശുശ്രൂഷകളോട്, മിനിസ്ട്രികളോടുള്ള നമ്മുടെ സമർപ്പണം, നമ്മുടെ കുടുംബത്തോടുള്ള സമർപ്പണം, നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള സമർപ്പണം, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ അധികാരികളോട് ഒക്കെ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രതിബദ്ധതയുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഈ ലോകത്തിന് മറ്റെന്തിനേക്കാൾ ഉപരി നമ്മെ തെരഞ്ഞെടുത്ത നമ്മുടെ കർത്താവിനോട് മാത്രം ഉണ്ടായിരിക്കേണ്ട ഒരു ഡിവോഷൻ, ഒരു പ്രതിബദ്ധതയുണ്ട്. ഈ സമർപ്പണത്തെ കെടുത്തിക്കളയുവാൻ പിശാച് നിരന്തരം പരിശ്രമിക്കും. കാരണം സാത്താൻ അറിയാം, എവിടെ സമർപ്പണമുണ്ടോ അവിടെ ആത്മാവിന്റെ തീയുണ്ട്, എവിടെ സമർപ്പണമുണ്ടോ അവിടെ റൂഹായുടെ കാറ്റുണ്ട്, എവിടെ സമർപ്പണമുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന് ശക്തമായ പ്രവർത്തനങ്ങളുണ്ട്. സ്തുതിക്കുന്നു. ആത്മാവേ, ഞങ്ങളുടെ സമർപ്പണത്തെ നവീകരിക്കണമേ, പുതുക്കണമേ. ഹോളി സ്പിരിറ്റ്, ചില കഴുകന്മാരെ ശവത്തിൽ വന്നിരുന്ന് ആ ശവത്തിലെ മാംസങ്ങൾ കൊത്തി പറിച്ചെടുക്കുന്നത് പോലെ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അനേകരുടെ സമർപ്പണത്തെ പിശാച് കൊത്തിപ്പറിച്ച് അതിനെ കെടുത്തിക്കളയാൻ നോക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് എന്തുകൊണ്ട് ഇന്ന് ശക്തി നഷ്ടപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്ന് തകർച്ചയിലെ? നമ്മുടെ സമൂഹം ഇന്ന് പലവിധ നാശത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്നത് നമ്മുടെ സമർപ്പണം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു. എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്നല്ല, എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. നാം വീണ്ടും നമ്മുടെ സമർപ്പണത്തെ പുതുക്കുവാൻ, നവീകരിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നഷ്ടപ്പെട്ടതെല്ലാം അതിൻ്റെ ഇരട്ടി ശക്തിയോടെ തിരിച്ചു തരുവാൻ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നു? 15:11 ഉൽപ്പത്തിയുടെ പുസ്തകം 15:11 എന്താ വചനം പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മ പറയാണ്, പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ കണ്ടു, യാഗപീഠത്തിൽ സമർപ്പിക്കപ്പെട്ട ബലിവസ്തുക്കളുടെ മേൽ, ആ പിണത്തിന്റെ മേലെ കഴുകന്മാർ ഇറങ്ങി വരികയാണ്.
നമ്മൾ ശ്രദ്ധിക്കണം, എവിടെ ഒരു സമർപ്പണമുണ്ടോ അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ. അതെ, ആ സമർപ്പണത്തെ കൊത്തിപ്പറിക്കാൻ ഇതുപോലെ ചില പൈശാചിക കഴുകന്മാർ വരും. ശ്രദ്ധിക്കണമേ, ഇന്ന് ഒരുപാട് കഴുകന്മാർ വരുന്നുണ്ട്. ഭാര്യയ്ക്ക് വേണ്ട വിശുദ്ധിയും പവിത്രതയും അവൾ നഷ്ടപ്പെടുത്തി കളയുന്നു. ഒരു ഭർത്താവിന് വേണ്ട വിശ്വസ്തതയും സ്നേഹവും അവൾ നഷ്ടപ്പെടുത്തി കളയുന്നു. എന്താ? ഈ കഴുകന്മാർ ഇറങ്ങി ആ സമർപ്പണത്തെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോവുക. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇന്നലെ ഒരു സഹോദരൻ കണ്ണീരോടുകൂടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ദേശത്താണ് വന്നത്, ഞാൻ സ്ഥലം പറയുന്നില്ല. എന്നോട് പറയുകയാണ്, എത്രയോ കുടുംബങ്ങളിലെ സ്ത്രീകള് ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പലപ്പോഴും വീട്ടിൽ ബഹളമാണ്, വഴക്കാണ്. ഇതിനൊക്കെ പേരിൽ കൊച്ചു ഇതൊക്കെ ഉള്ള കുടുംബജീവിതത്തിലുള്ള ചില കാര്യങ്ങളാണ്. ഇതിനൊക്കെ പേരിൽ സ്വന്തം ഭർത്താവിനെയും മക്കളെയും വഞ്ചിച്ച് മറ്റ് പുരുഷന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു. ഒത്തിരി ഞങ്ങളുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രദറെ പ്രാർത്ഥിക്കണം. വേദനയോടുകൂടി ചെറുപ്പക്കാരൻ വന്ന് പങ്കുവെക്കുകയാണ്. സമർപ്പണത്തെ കൊത്തിപ്പറിക്കുന്നു. ഇതുപോലെ പുരുഷന്മാരും ഭർത്താക്കന്മാരും. മക്കളുടെ സ്ഥിതി എന്താ പ്രിയപ്പെട്ടവർ? എന്തുമാത്രം കുഞ്ഞുങ്ങളാണ്, കൗമാരത്തിലുള്ളവരെ അവിഹിത ബന്ധങ്ങളിൽപ്പെട്ട് പ്രഗ്നന്റ് ആകുന്നു. പല കുഞ്ഞുങ്ങളും പ്രണയക്കണിയിൽപ്പെട്ട്. ഇപ്പോൾ നമ്മൾ വാർത്ത കണ്ടില്ലേ, നമ്മുടെ ക്രിസ്മസ് പാതിര കുർബാനയിൽ പങ്കെടുക്കാൻ പോയി 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് തട്ടിക്കൊണ്ടുപോയി. അധികമൊന്നും റിപ്പോർട്ട് വന്നില്ല. എന്തൊക്കെയാണ് നടക്കുന്നത്? സമർപ്പണത്തെ കെടുത്തിക്കളയുന്നു. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വരുന്നപ്പോൾ അബ്രഹാം എന്തു ചെയ്തു? അതിനാട്ടിപ്പായിക്കുകയാണ്, അവയെ ആട്ടിയോടിക്കുകയാണ്. ഈ ഒരു നിശ്ചയദാർഢ്യം, ഈ ഒരു തീരുമാനം സഹോദരങ്ങൾ നമുക്കുണ്ടാകണം. അപ്രകാരമുള്ള ജീവിതങ്ങളിലേക്കാണ് പുതിയ അഭിഷേകത്തെ കർത്താവ് പകർന്നു കൊടുക്കുന്നത്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങളിലോട്ട് വരിക. ദൈവമായ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി നീ കൊണ്ടുവരിക. 10-ാം വചനത്തിൽ പറയാണ്, അബ്രഹാം അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. സഹോദരങ്ങളെ, കർത്താവിനായി പിളർക്കപ്പെടാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് അത് എനിക്ക് വേണ്ടി പിളർക്കുക. പിളർക്കുമ്പോൾ വേദനയുണ്ട്, പിളർക്കുമ്പോൾ അവിടെ ത്യാഗമുണ്ട്, സഹനമുണ്ട്. നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാ കർത്താവ് പിളർക്കാൻ പറയുന്നത്. പക്ഷികൾ അവൻ പിളർന്നില്ല. ശ്രദ്ധിക്കണമേ, അവിടെ സമർപ്പണം പൂർണ്ണമാകുന്നില്ല. 17-ാം വചനത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്നൊരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്നൊരു തീനാളം പിളർന്നിട്ടിരിക്കുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അത് ഫയർ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ തീയാണ്. അത് ഫയർ ഓഫ് ദ ലോർഡ് ആണ്. പ്രിയപ്പെട്ടവരെ, അത് അഭിഷേകത്തിന്റെ സാന്നിധ്യമാണ്. പിളർക്കപ്പെട്ട ബലിവസ്തുക്കളിലൂടെ ഈ തീ കടന്നു പോവുകയാണ്. പിളർക്കപ്പെടാത്ത പക്ഷികളുടെ മേൽ ഈ തീ ഇറങ്ങിയില്ല. എന്തുകൊണ്ട് തീ ഇറങ്ങാത്തത്? നമ്മൾ തീക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തീ കത്തിക്കുക കർത്താവെ, തീ കത്തിക്കുക കർത്താവെ, തീ കത്തിക്കുക. എന്തുകൊണ്ട് തീ തരാത്തത്? എന്തുകൊണ്ട് തീ കത്താത്തത്? എന്തുകൊണ്ട് തീ ഇറങ്ങാത്തത്? നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കാഞ്ഞിട്ടല്ല. ഇവിടെയൊക്കെയോ നമ്മൾ ഇപ്പോഴും പിളർന്നിട്ടില്ല. നമ്മുടെ സമർപ്പണം പൂർണ്ണമായിട്ടില്ല. നമ്മുടെ സമർപ്പണം നവീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോഴും എവിടെയൊക്കെ നമുക്ക് വേണ്ടി പലതും പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചില സുഖങ്ങളായിരിക്കാം, താല്പര്യങ്ങളായിരിക്കാം, നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കാം, നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കാം, നമ്മുടെ ചില 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 ശൈലികളായിരിക്കാം. സഹോദരങ്ങളെ, യാഗപീഠത്തിൽ ഇതെല്ലാം പിളർക്കാതെ അഭിഷേകത്തിന്റെ തീ ഇറങ്ങുകയില്ല. പുതിയ അഭിഷേകം നമ്മിലേക്ക് പകരപ്പെടുകയില്ല. നമ്മളിത് മനസ്സിലാക്കണം. പുതിയ സമർപ്പണം എവിടെയുണ്ടോ അവിടെ പുതിയ അഭിഷേകമുണ്ട്. നമുക്ക് കർത്താവിനും റിപ്പന്റ് ചെയ്യാം. കർത്താവെ, ഞങ്ങളുടെ സമർപ്പണം പലയിടങ്ങളിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കെട്ടുപോയിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ പിന്മാറിപ്പോയിട്ടുണ്ട്.
കർത്താവിന് മുന്നിൽ അനുദപിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് റിപ്പന്റ് ചെയ്ത് അവിടുന്ന് കരുണ കാണിക്കും നമ്മളോട്. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ന്യൂ വിഷൻ, ഒരു പുതിയ ദർശനം നമുക്കുണ്ടാകണം. ഒരു പുതിയ ദർശനം കർത്താവിൽ നമ്മളിത് പ്രാപിക്കണം. 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കൊരു പുതിയ ദർശനം ഉണ്ടാകണം, ഒരു ന്യൂ വിഷൻ ഉണ്ടാകണം. കർത്താവ് ജെറമിയായോട് ചോദിച്ചു. ഇന്ന് ഈ ചോദ്യം നമ്മോടാ ചോദിക്കുന്നത്. എന്താ കർത്താവ് ജെറമിയ പ്രവാചകനോട് ചോദിച്ചത്? ജെറമിയ പ്രവചനം 1:11 നമുക്ക് വരാം. 1:11 കർത്താവിനോട് ചോദിച്ചു, ജെറമിയ നീ എന്ത് കാണുന്നു? നീ എന്ത് കാണുന്നു? കർത്താവ് എന്താ ജെറമിയോട് ചോദിച്ചത്? നീ എന്ത് കാണുന്നു? ഇന്ന് ഇതേ ചോദ്യം നമ്മോടാ ചോദിക്കുന്നത്. സന്തോഷ്, എൻ്റെ മകനെ നീ എന്ത് കാണുന്നു? നമ്മുടെ പേര് ചൊല്ലി കർത്താവ് വിളിക്കുകയാ. നീ എന്ത് കാണുന്നു? നിന്റെ കുടുംബത്തെക്കുറിച്ച് നീ എന്ത് കാണുന്നു? നിന്റെ സഭയെക്കുറിച്ച് എന്ത് കാണുന്നു? നിന്റെ മക്കളെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച്, നമ്മളായിരിക്കുന്ന ദേശത്തെക്കുറിച്ച് നീ എന്താണ് കാണുന്നത്? നമുക്കിവിടെ ഒരു പ്രൊഫറ്റിക് വിഷൻ നമുക്കുണ്ടാകണം. ഒരു പ്രവാചക ദർശനം, ഒരു പുതിയ ദർശനം, ആത്മാവിന്റെ ദർശനം നമ്മൾ പ്രാപിക്കണം സഹോദരങ്ങളെ. പുതിയ ദർശനമുള്ളവർക്കാണ് പുതിയ അഭിഷേകം ലഭിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ പുതിയ അഭിഷേകം എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അഭിഷേകം എപ്പോഴും നമ്മെ ഒരു ദൗത്യത്തിലേക്ക് നയിക്കും. ഈ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ നമുക്കതിനൊരു വിഷൻ ഉണ്ടാകണം. എവിടെ നമുക്ക് കൃത്യമായൊരു വിഷൻ ഉണ്ടോ അവിടെയാണ് നമുക്ക് യഥാർത്ഥ ഒരു മിഷൻ ഉണ്ടാകുന്നത്. കർത്താവ് ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? ജെറമിയ, നീ എന്ത് കാണുന്നു? ഇന്ന് എന്നോട് ചോദിക്കുക, നിന്റെ സഭയെക്കുറിച്ച് നീ എന്താണ് കാണുന്നത്? നമ്മുടെ സഭയെക്കുറിച്ചുള്ള ആത്മാവിൻ്റെ ദർശനങ്ങൾ നമ്മൾ പ്രാപിക്കേണ്ട സമയമാണിത്. കർത്താവിൻ്റെ ആലോചനകൾ നമ്മുടെ സഭയെ അറിയിക്കേണ്ട നാളുകൾ. കർത്താവിൻ്റെ മനസ്സ് നമ്മുടെ വൈദികരോടും നമ്മുടെ അഭിനയ പിതാക്കന്മാരോടും എല്ലാം അറിയിക്കേണ്ട സമയമാണ് ഇത്. നമ്മുടെ സഭയെക്കുറിച്ചുള്ള ദർശനങ്ങൾ നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളെക്കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൃത്യമായൊരു വിഷൻ നമുക്കുണ്ടാകണം. നമ്മളിങ്ങനെ ഒഴുക്കിനൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മീനുകളായി മാറരുത്. നമുക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ടാകണം, കൃത്യമായ ദർശനമുണ്ടാകണം. ദർശനമുള്ളവർക്കാണ് ആത്മാവിൻ്റെ പുതിയ അഭിഷേകം ലഭിക്കുന്നത്. നമുക്കതിൽ സംശയം വേണ്ട. കർത്താവ് ചോദിക്കുന്നുണ്ടെന്ന്. 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അവസാന 31-ാം ദിവസം കാണും. ഈ ഒരു ദർശനം നമ്മൾ പ്രാപിക്കണം. നമുക്കറിയാം, ഇന്ന് അനേകർക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ദർശനങ്ങളിലെ ലക്ഷ്യങ്ങളില്ല. ഇന്ന് അനേകർക്ക് ആഗ്രഹങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ അഭിലാഷങ്ങളുണ്ട്, പക്ഷെ കൃത്യമായൊരു വിഷൻ ഇല്ല. ഈ വിഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. പാതി വഴിയിൽ അവർ തളർന്നു പോകുന്നു, പകുതി വഴിയിൽ അവർ ഇട്ടേച്ചു പോകുന്നു. ഇതെന്നെ കൊണ്ട് മേല, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, എനിക്കിത് സാധിക്കില്ല, ഞാനിത് തളരുന്നു, ഞാനിത് ക്ഷീണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും വഴിമാറി പോകുന്നതിന് കാരണം അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളില്ല, ദർശനമില്ല. എനിക്ക് പരിശുദ്ധ ബൈബിളിൽ ഇഷ്ടപ്പെട്ടൊരു ദൈവമനുഷ്യനാണ് ജോഷുവ. വളരെ ബ്ലെസ്സഡ് ആയൊരു ലീഡർ. മോശ പ്രവാചകന്റെ കൂടെ വർഷങ്ങളോളം നടന്ന് കർത്താവിൻ്റെ മനസ്സിനിണങ്ങിയൊരു ശുശ്രൂഷകനായി ആത്മാവ് അവനെ രൂപാന്തരപ്പെടുത്തി. ജോഷുവയ്ക്ക് കൃത്യമായ ദർശനമുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, 40 വർഷമായി ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാർ ഇറങ്ങി പുറപ്പെട്ടിട്ട് 40 വർഷമായിട്ടും വാഗ്ദാന ദേശം കണ്ടിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. വാഗ്ദാന ദേശം ഇസ്രായേൽ ജനത്തിനെ സംബന്ധിച്ച് വെറും ഒരു സ്വപ്നഭൂമിയായിട്ട് മാറി. സ്വപ്നഭൂമി. അവർക്കത് പ്രാപിക്കാൻ പറ്റുമെന്നും അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ജോഷയ്ക്ക് കൃത്യമായ ദർശനമുണ്ടായിരുന്നു. അതുകൊണ്ട് 40 വർഷം കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ജോഷുവ,
നീ എഴുന്നേൽക്കുക, ഈ ജനത്തെ നീ നയിക്കുക, മുന്നോട്ട് പോവുക. Go forward, to move on, to move on. കർത്താവ് പറഞ്ഞു ഇതൊരു പ്രൊഫറ്റിക് വേർഡാ, to move on. നീ മുമ്പിലോട്ട് പോവുക എന്ന് പറഞ്ഞപ്പോൾ യാതൊരു സംശയം കൂടാതെ, മടി കൂടാതെ, ചഞ്ചലപ്പെടാതെ കർത്താവിന്റെ വചനത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ജോഷുവയെ പ്രാപ്തനാക്കിയത് അവന് കൃത്യമായ ദർശനമുണ്ടായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 40 വർഷം കഴിഞ്ഞിട്ടും അവന്റെ ദർശനത്തിനൊരു മങ്ങലുമേറ്റില്ല, അവന് ദർശനം കുറഞ്ഞു പോയില്ല. എന്തുകൊണ്ട് സഹോദരങ്ങളെ? അവൻ കർത്താവിന്റെ കൂടെ ആയിരുന്നു അവന്റെ യാത്ര, കർത്താവിന്റെ കൂടെ ആയിരുന്നു അവന്റെ യാത്ര. ജോഷുവ പ്രവചനം 1:2 ആ വചനം എടുത്ത്, ജോഷുവ പ്രവചനം 1:2, എൻ്റെ ദാസൻ മോശ മരിച്ചു, നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. ജോർദാൻ നദി കടന്ന് നീ എൻ്റെ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്തേക്ക് പോവുക. ജോഷു ഒട്ടും സംശയിച്ചില്ല, അവൻ പതറിയില്ല, അവൻ ചഞ്ചലപ്പെട്ടില്ല. 100 പേരോട് അഭിപ്രായം ചോദിച്ചില്ല, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, പോണോ പോണ്ടേ, അഭിപ്രായം ചോദിച്ച് നിന്ന് അനേകരുടെ ഒരു പ്രത്യേകതയാണ്. ഒരാളൊരു കാര്യം പറഞ്ഞ് അതിനെ പുറകെ പോകുന്നു, മറ്റൊരാൾ മറ്റൊരു കാര്യം പറഞ്ഞ് അതിനെ പുറകെ പോകുന്നു. സ്വന്തമായൊരു നിലപാടില്ല, സ്വന്തമായൊരു പോളിസി ഇല്ല, സ്വന്തമായ തീരുമാനങ്ങളില്ല. അവരിവരും പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജീവിതം കുഴഞ്ഞുപോയ ഒത്തിരിയേറെ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പുറകെ പോവല്ല, നമുക്ക് കൃത്യമായ നിലപാടുണ്ടാകണം, കൃത്യമായ ബോധ്യങ്ങൾ ഉണ്ടാകണം, നമുക്ക് നമ്മുടേതായ ദർശനങ്ങൾ ഉണ്ടാകണം, നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുണ്ടാകണം. നമ്മുടെ കാഴ്ചപ്പാട് വചനത്തിൻ്റെ കാഴ്ചപ്പാട്, നമ്മുടെ ദർശനങ്ങൾ ആത്മാവിൻ്റെ ദർശനങ്ങൾ, നമ്മുടെ നിലപാടുകൾ കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള നിലപാടുകളാണ്. ജോഷുവ നിലപാടുള്ളവനായിരുന്നു, ദർശനമുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് ഏൽപ്പിച്ച മിഷൻ സക്സസ് ആക്കാൻ ജോഷുവയെ ആത്മാവ് സഹായിച്ചു. സഹോദരങ്ങളെ, നമുക്ക് ദർശനങ്ങൾ ഉണ്ടാകണം, പുതിയ ദർശനങ്ങൾ. ഈ വർഷം തീരാൻ പോവുകയാണ്. 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ പുതിയ ദർശനങ്ങൾ, പുതിയ സമർപ്പണം, പുതിയ പാത്രങ്ങളായി നമ്മൾ മാറുമ്പോൾ അവിടെ ആത്മാവിൻ്റെ പുത്തൻ അഭിഷേകം കർത്താവ് പകർന്നു നൽകും. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. അടുത്ത 2 ദിനങ്ങൾ നമ്മൾ അതിനു വേണ്ടി കൂടുതൽ ഒരുങ്ങുകയാണ് ഈ പുതിയ അഭിഷേകത്തിന് വേണ്ടി, ഈ നവമായ അഭിഷേകത്തിന് വേണ്ടി. എൻ്റെ സഹോദരങ്ങളെ, ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കാതെ നമുക്കിനി ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. നമ്മൾ വില കൊടുത്ത് ഈ അഭിഷേകം ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ തകരുന്നു, സമൂഹങ്ങൾ ക്ഷയിക്കുന്നു. ഒരു മൂടപ്പെട്ടൊരവസ്ഥയാണ് നമുക്ക്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഒരു മൂടപ്പെട്ട അവസ്ഥ. കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോയിട്ടും നമ്മളത് പലപ്പോഴും അറിയുന്നില്ല, നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. കൊടിയ തകർച്ച വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ വന്നു പെട്ടല്ലോ നമ്മൾ അറിയുന്നത്. കാരണം ഒരു മൂടൽ വന്ന് പെട്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങൾ, ഈ മൂടലൊക്കെ പോയി നമ്മൾ തീ പിടിച്ചവരായി മാറണമെങ്കിൽ, ഉണർവുള്ളവരായി മാറണമെങ്കിൽ, ഗ്രഹണശക്തിയുള്ളവരായി മാറണമെങ്കിൽ, ദൈവിക ജ്ഞാനമുള്ളവരായി മാറണമെങ്കിൽ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവരായി മാറണമെങ്കിൽ ആത്മാവിൻ്റെ പുതിയ അഭിഷേകം കൂടിയേ തീരൂ. നമ്മൾ നേരത്തെ പാടി പ്രാർത്ഥിച്ചില്ലേ? എന്താ പാടിയത്? ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ, ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ, കൃപയായി വരണേ, പറന്നിറങ്ങണമേ, റുഹായേ ആത്മാവേ വരണേ, ഹോളി സ്പിരിറ്റ് പറന്നിറങ്ങണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൃപയായി വരണേ, പറന്നിറങ്ങണമേ, ഞങ്ങളുടെ സഭയിൽ കൃപയായി വരണേ, പറന്നിറങ്ങണമേ. ഈ ദിനങ്ങളിൽ അതിനായി കൂടുതൽ
ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങാം. ആത്മാവിൻ്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് പുതിയ പാത്രങ്ങളാകുവാൻ, ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വരുവാൻ, പുതിയ ദർശനങ്ങളുള്ളവരാകാൻ നമുക്ക് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തുറന്നുള്ള ദിനങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ അനേകരോട് പങ്കുവെക്കും. ഉപേക്ഷ കാണിക്കരുത്. വെക്കേഷൻ സമയമാണ്, തിരക്ക് പിടിച്ച സമയമാണ്. പലരും പല യാത്രകളുണ്ട്, ഫങ്ഷനുകളുണ്ട്, പ്രോഗ്രാമുകളുണ്ട്. ഈ ബഹളത്തിൻ്റെ ഇടയിൽ നമ്മൾ ഈ ശുശ്രൂഷ മറന്നു പോകരുതേ. നമ്മുടെ ബന്ധുമിത്രങ്ങൾക്കും പരിചയക്കാർക്കും നമ്മുടെ സ്നേഹിതർക്കും പ്രിയപ്പെട്ടവർക്കും അതുപോലെ വിദേശത്തുള്ള നമ്മുടെ സ്നേഹിതരാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, സഹോദരിമാരാകാം, അവർക്കൊക്കെ നിങ്ങൾ ഈ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. പിന്നീട് എപ്പോഴെങ്കിലും അവരത് കാണട്ടെ, ഈ മെസ്സേജുകൾ അവർ കേൾക്കട്ടെ, ആത്മാവിൻ്റെ പുതിയ അഭിഷേകം അവർ സ്വന്തമാക്കട്ടെ. അതൊരു വലിയൊരു സുവിശേഷ വേലയാണ്. അപ്പം അനേകരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. നാളത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ ഒരു 5-10 പേരോട് നിങ്ങൾ പുതുതായി ശുശ്രൂഷയെക്കുറിച്ച് പറയണം. പലരും അറിഞ്ഞിട്ടില്ല. ദിവസങ്ങളായി പ്രമേയൊക്കെ പോകുന്നുണ്ടെങ്കിലും പലരത് കണ്ടിട്ടില്ല. അപ്പം അനേകരോട് നിങ്ങൾ പറയുക. അങ്ങനെ 10,000 ഒരുമിച്ച് വന്ന് കർത്താവിൻ്റെ വചനം കേട്ട് ആത്മാവിൻ്റെ പുത്തൻ അഭിഷേകം പ്രാപിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. അതുപോലെ തന്നെ ഡിസംബർ 31 13 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ ആരാധനയാണ്. തിരുമണിക്കൂർ ആരാധന കൊണ്ട് പുതിയ അഭിഷേകം, പുതുവർഷത്തിനായിട്ടുള്ള ഒരുക്കമാണത്. കർത്താവിനോട് ചേർന്ന് ഈ ഒരു വർഷക്കാലം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറഞ്ഞു, കർത്താവിൻ്റെ പരിപാലനയെ ഓർത്ത് നമ്മൾ അവിടുത്തെ മഹത്വപ്പെടുത്തിയും തിരുസന്നിധിയിൽ നമ്മൾ തിരുമണിക്കൂർ ആരാധന നടത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അനേകർ കടന്നു വരണം. ഞായറാഴ്ചയാണ്. ഒന്നിച്ചു വന്ന് ഈശോയെ ആരാധിച്ച് നമ്മൾ കർത്താവിനോടൊപ്പം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാത്രി 12 മണി വരെ നമ്മൾ ആ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെ നമ്മൾ ഈ ആരാധന ശുശ്രൂഷയുണ്ടായിരിക്കും, പുതുവർഷ ശുശ്രൂഷകളുണ്ടായിരിക്കും. അതിനുശേഷം പരിശുദ്ധ കുർബാനയുണ്ടായിരിക്കും. എല്ലാവരും കുടുംബമായി, സൺഡേ ആണ്, കർത്താവിൻ്റെ പരിശുദ്ധമായ ദിവസമാണ്, സൺഡേ സാബത്താണ്. എല്ലാവരും അപ്പനും അമ്മയും മക്കളൊക്കെ ഒരുമിച്ച് കുടുംബമായി ഈ 13 മണിക്കൂർ ആരാധന ശുശ്രൂഷയിൽ ടീം ഷക്കേനയോട് ചേർന്ന് നമുക്ക്, നിങ്ങൾ ലോകത്തിൽ എവിടെയായിരുന്നാലും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങാം. ഒപ്പം നിങ്ങൾ ഷെക്കന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകൾ ഒത്തിരിയധികം ഈ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പല പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ ഒത്തിരിയധികം ബലപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, കുറച്ച് പേരൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ അയച്ചു തന്നു. അത് കുറച്ച് നമുക്ക് നല്ല കൈത്താങ്ങുകളായിട്ട് മാറി. ക്രിസ്മസ് സമയം നമുക്കറിയാം, ഒത്തിരി ഭാരിച്ച ചെലവുകളുള്ള സമയമാണ്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ സഹായങ്ങൾ നമുക്ക് ചെറിയ സപ്പോർട്ടായിട്ട് പലരും മുന്നോട്ട് വന്നതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി ബാധ്യതകൾ ഇനിയുമുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഈ 2-3 മാസങ്ങളൊക്കെ ആയിട്ട് ഒത്തിരിയധികം നമ്മൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹായത്തിൻ്റെ, കരുതലിൻ്റെ കരങ്ങൾ ഈ ശുശ്രൂഷയ്ക്കായിട്ട്, ഈ മാധ്യമ ശുശ്രൂഷയ്ക്കായി നിങ്ങൾ നീട്ടിത്തരണം. ഉപേക്ഷ കാണിക്കാതെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്താം, കർത്താവിൻ്റെ വചനത്തിന് സാക്ഷികളാകാം. സാധിക്കുന്നവരൊക്കെ സഹായിച്ചും പ്രാർത്ഥിച്ചും ഈ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഭയഭക്തി ആദരവോടെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമ്മളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിൽക്കുന്നു. പരിശുദ്ധ കുർബാനയായി യേശു വരുന്ന സമയം അഭിഷേകം നൽകണമേ. ഹൃദയ നുറുക്കത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
പരിശുദ്ധ കുർബാനയായി യേശുവിൻ നാമത്തിൽ നമ്മുടെ മധ്യേ ആരാധന. ഈശോ കടന്നു വരുന്ന സമയം രാജാവിനാരാധന. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ. ഈശോയേ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. യേശുവിൻ നാമത്തിൽ ആരാധന. ഒന്നിച്ച് ആരാധിക്കുന്നു. രാജാതിരാജാവിനാരാധന. എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ. ഈശോയേ, പാടുന്നു ഞാൻ അങ്ങേക്ക് അൾത്താരയിലേക്ക് ആരാധന. ഇരുകരങ്ങൾ യാചനാപുരം നീട്ടിപ്പിടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഹല്ലേലൂയ, കർത്താവേ, പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ, പകരണമേ കർത്താവേ, പകരണമേ, പകരണമേ. നമ്മളൊന്നിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭയഭക്തി ആദരവോടെ പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ ഏക കർത്താവും രാജാവുമായ ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, സത്യമായും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത് ജീവിക്കുന്ന കർത്താവാണ്, ജീവനുള്ള ദൈവമാണ്. പുതിയ അഭിഷേകത്തിൽ നമ്മെ നിറയ്ക്കുവാൻ, ആത്മാവിന്റെ പുതിയ അഭിഷേകത്താൽ നമ്മുടെ കുടുംബങ്ങളെ മുദ്ര ചെയ്യുവാൻ, നമ്മുടെ കൂട്ടായ്മകളെ വിശുദ്ധീകരിക്കുവാൻ, നമ്മുടെ സഭയെ ഉണർത്തുവാൻ ദിവ്യകാരുണ്യമായി ഈശോ കടന്നു വന്നിരിക്കുകയാണ്. അൾത്താരയിലേക്ക് യാചനാപൂർവ്വങ്ങളെ കരങ്ങളെ നീട്ടാൻ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഒരു പുതിയ പാത്രമാക്കി എന്നെ മാറ്റണമേ. അങ്ങേക്ക് യോഗ്യമല്ലാത്ത, അങ്ങയെ വേദനിപ്പിക്കുന്ന, ഇവിടുത്തെ ആത്മാവിനെ സങ്കടപ്പെടുത്തുന്ന എല്ലാ പാപത്തിന്റെ കളകളും എന്റെ ജീവിതത്തിൽ നിന്ന് പിടിതു കളയണമേ. ഒരു വിശുദ്ധ പാത്രമാക്കി മാറ്റണമേ. ആത്മാവിന്റെ പുതിയ അഭിഷേകം പകരപ്പെടുവാൻ തക്കവിധം കർത്താവേ, ഒരു വിശുദ്ധ പാത്രമാക്കി, ഒരു പുതിയ പാത്രമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തുന്നു, കരങ്ങൾ ഉയർത്തുന്നു, കരങ്ങൾ ഉയർത്തുന്നു. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തുന്നു, വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തുന്നു. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ അനന്തമായ ശക്തി, അഭിഷേക ശക്തി, കൃപയുടെ ശക്തി, വചന ശക്തി, ആത്മാവിന്റെ ശക്തി അനേകരിലേക്ക് ഒഴുകപ്പെടുന്നു, അനേകം കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. ഒരു പുതിയ പാത്രമാക്കി കർത്താവിനെ രൂപാന്തരപ്പെടുത്തണമേ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ പാത്രമാക്കി മാറ്റണമേ, പുതിയ പാത്രമാക്കണമേ, ഒഴിഞ്ഞ പാത്രങ്ങളാക്കണമേ. എല്ലാ ശുദ്ധിയുടെയും, എല്ലാ പാപത്തിന്റെയും, എല്ലാവിധ മലിനതയുടെയും കറകളിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ ചങ്കിലെ ചോരയാ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിച്ച് സ്തുതിച്ച് കണ്ണീരോടെ വിളിച്ച്, ഹൃദയനുറുക്കത്തോടെ വിളിച്ച് യേശുവേ, ഞങ്ങളെ തൊടുക, ഞങ്ങളെ കഴുകുക, ഞങ്ങളെ ശുദ്ധീകരിക്കുക, വിശുദ്ധ പാത്രങ്ങളാക്കുക. ഈശോയെ, ഈശോയെ, ഈശോയെ.
ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടുന്നു. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഒരു പുതിയ പാത്രമാക്കുക. പുത്തൻ അഭിഷേകത്തിനായി, പുതിയ അഭിഷേകത്തിനായി, പുതിയ അഭിഷേകത്തിനായി ഒരു പുതിയ പാത്രമാക്കുക. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കുന്നു. ഈശോ 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 ഈശോ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ കർത്താവേ ഒരു പുതിയ പാത്രമായി, ഒരു വിശുദ്ധ പാത്രമായി എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ, എന്റെ സമൂഹത്തെ, എന്റെ സഭയെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊരൊറ്റ വിളി യേശുവേ, ഈശോയെ 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 ഈശോയെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കൃപകൾ ഒഴുകട്ടെ, കൃപകൾ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ. പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം. ഈശോ ഈശോ ഈശോ. എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലെ നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കണം സഹോദരങ്ങളെ. നമ്മുടെ തീരുമാനങ്ങൾ ആദരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിനെ വേണ്ടി, കർത്താവിന്റെ വചനത്തെ പ്രതി, നശിക്കുന്ന ആത്മാക്കളെ പ്രതി, നമ്മുടെ കുടുംബത്തെ പ്രതി, നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രതി, നമ്മുടെ തലമുറകളെ പ്രതി നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. കർത്താവിന്റെ സന്നിധിയിൽ ഞാനൊരു വിശുദ്ധ പാത്രമാകും, ഞാനൊരു പുതിയ പാത്രമാകും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലേക്കാണ് ഒഴിക്കുക, ഒരിക്കലും പഴയ തോൽക്കുടങ്ങളിലേക്ക് ഒഴിക്കില്ല. തൻ്റെ പുത്തൻ അഭിഷേകം കർത്താവ് പകരുന്നതും ഇതുപോലെ പുതിയ പാത്രങ്ങളിലേക്കാണ്. പുതിയ പാത്രങ്ങൾ, ന്യൂ വെസൽസ്. കർത്താവിൻ്റെ ഒരു പുതിയ പാത്രമായി ഞാനും നിങ്ങളും രൂപപ്പെടുവാൻ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒപ്പം സഹോദരങ്ങൾ, ഒരു പുതിയ സമർപ്പണത്തിലേക്ക് നമ്മൾ വരിക. ഒരു പുതിയ സമർപ്പണം. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ സമർപ്പണത്തിൽ കുറവ് വന്നു പോയിട്ടുണ്ട്. നമ്മുടെ സമർപ്പണം പലപ്പോഴും വ്യതിചലിച്ചു പോയിട്ടുണ്ട്. കർത്താവിനോട് മാത്രം ഉണ്ടായിരിക്കുന്ന ഡിവോഷനിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ സമർപ്പണക്കുറവും സമർപ്പണത്തിൽ വന്നുപോയ കേടുപാടുകളും ഉദാസീനതകളും അനാസ്ഥകളെല്ലാം നമ്മുടെ അഭിഷേകം മങ്ങിപ്പോകാൻ, ശുഷ്കമായി പോകാൻ അത് കാരണമായിട്ടുണ്ട്. കർത്താവിന്റെ അനുതാപ ഹൃദയത്തോടെ നമ്മുടെ സമർപ്പണത്തെ നവീകരിക്കുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കുക. സമയം കരങ്ങൾ പരസ്പരം ഒന്ന് കോർത്തു പിടിച്ച് ഒരു കുടുംബത്തിലായിരിക്കുന്നവര്, ഒരു സമൂഹത്തിലായിരിക്കുന്നവര് സാധിക്കുന്ന കരങ്ങൾ കോർത്തു പിടിക്കുക. നമ്മുടെ സമർപ്പണത്തെ നവീകരിക്കുവാൻ നമ്മൾ ആത്മാവിനോട് ആവശ്യപ്പെടുക, പരിശുദ്ധാത്മാവോട് ആവശ്യപ്പെടുക. കർത്താവ് ആത്മാവേ, എന്റെ സമർപ്പണത്തിൽ കേടുപാടുകൾ വന്നിട്ടുണ്ട്. പലപ്പോഴും എന്റെ പ്രതിബദ്ധത മാറിപ്പോയിട്ടുണ്ട്, എന്റെ ഡിവോഷൻ മാറിയിട്ടുണ്ട്. കർത്താവേ, കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ ദൈവം വിളിച്ച വിളിയിൽ പലപ്പോഴും സമർപ്പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അനുതാപ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക നമ്മുടെ സമർപ്പണത്തെ പുതുക്കുവാനും നവീകരിക്കുവാനും. ഒപ്പം ഈ ദൈവിക പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് കോർത്തിപ്പിടിച്ച കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, സമർപ്പണത്തെ പുതുക്കണമേ, സമർപ്പണത്തെ നവീകരിക്കണമേ, ഒരു പുതിയ സമർപ്പണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, ആത്മാവേ,
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ദിവ്യ കാരുണ്യത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മെ നവീകരിക്കുന്ന, നമ്മുടെ സമർപ്പണത്തെ പുതുക്കുന്ന കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. പരിശുദ്ധ കുർബാനയെ, ദിവ്യ കാരുണ്യമേ, പ്രിയ പരിശുദ്ധാത്മാവേ, സമർപ്പണത്തെ നവീകരിക്കണമേ, സമർപ്പണത്തെ പുതുക്കണമേ. കരമുയർത്തൊരിക്കൽ ഒറ്റ വിളി, യേശുവേ. ഈശോയെ, 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 ഈശോയെ. ആരാധന, 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 ആരാധന. ആദിമസഭയെ നയിച്ചാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, കുടുംബങ്ങളെ നയിക്കണമേ, സഭയെ നയിക്കണമേ. ആദിമസഭയെ അത്ഭുതകരമാം അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ. ആദിമസഭയെ അത്ഭുതകരമാം അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ. ഈ നൂറ്റാണ്ടിലിടന്നു ദാനഫലങ്ങളുമായി നീ വരണേ. ഈ നൂറ്റാണ്ടിലിടന്നു ദാനഫലങ്ങളുമായി നീ വരണേ. കൃപയാൽ വരണേ, വരന്നിറങ്ങണമേ. കൃപയാൽ വരണേ, വരന്നിറങ്ങണമേ. ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിടത്തി പകർന്നതുപോൽ, ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിടത്തി പകർന്നതുപോൽ ആത്മനദിയ ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ, ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ, ആത്മസ്നാനം നൽകണമേ, ആത്മസ്നാനം നൽകണമേ. സഹോദരങ്ങളെ, തുടർന്നുള്ള സമയങ്ങളിൽ, ദിനങ്ങളിൽ പ്രത്യേകം നമ്മൾ ആത്മാവിന്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക. മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി അഭിഷേകത്തെ വിലമതിച്ചുകൊണ്ട് പുതിയ പാത്രങ്ങളാകുവാൻ, ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വരുവാൻ, പുതിയ ദർശനങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ ഈ ദിനങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മെക്കുറിച്ചുള്ള ആത്മാവിൻ്റെ പദ്ധതികളോട് നമുക്ക് സഹകരിക്കാം. നമ്മൾ മടക്കി മുട്ടുകുത്തി കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങൾ, കുടുംബത്തിന് ആവശ്യങ്ങളൊക്കെ സമർപ്പിക്കുക. തുടർന്നുള്ള ദിനങ്ങളിൽ ഈ പുതിയ അഭിഷേകത്തിൽ വളരുവാൻ, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അതിനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ, നിയോഗങ്ങൾ നിങ്ങൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സുകളിലും അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. തുടർന്നുള്ള ദിനങ്ങളിൽ നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. മുട്ടുമടക്കി കരങ്ങൾ കൂപ്പി ഏറ്റവും ഒരുക്കത്തോടെ, ആഗ്രഹത്തോടെ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആത്മാവേ ആരാധന, 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 ആരാധന. പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ. ഇന്ന് അഭിഷേകത്തിൽ രാഞ്ഞു വീശട്ടെ. പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ. രാഞ്ഞു വീശട്ടെ. സൃഷ്ടിയായി പുത്തനുണർവാൻ ഞങ്ങളിലെന്നും പൂരിതരാകണമേ. പുതിയ അഭിഷേകം, ഫ്രഷ് അനോയിന്റിംഗ്, ഫ്രഷ് അനോയിന്റിംഗ്, ഫ്രഷ് അനോയിന്റിംഗ് കർത്താവേ ഞങ്ങളിലേക്ക് പകരണമേ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.